കാര്യം, നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യണം. അയ്യോ, പിന്നെ എന്ത് പരിപാടി നിങ്ങൾ നടത്താൻ പോണേ? പിന്നെ നിങ്ങൾ ഓണത്തിന് പരിപാടി നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഓൺലി ഷവർ ഡാൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അറിയാല്ലേ? അന്നേരം ഇനി പരിപാടി വരുന്നത് സ്റ്റേജൊക്കെ ചെയ്താൽ മാത്രം മതി. ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. അടിപൊളി പരിപാടിയായിരുന്നു, സൂപ്പർ പരിപാടി. ഞാൻ ഇഷ്ടം പോലെ പ്രാവശ്യം പിന്നെയും വീഡിയോ കണ്ടു. കേട്ടില്ല? ചോറ്? ഫുഡ് എന്തായിരുന്നു? ഞങ്ങൾക്ക് ചോറും മീൻ കറി. നിങ്ങൾക്ക് എന്തായിരുന്നു? എന്റെ അമ്മ, ബിരിയാണി ആയിരുന്നു നിങ്ങൾക്ക്. നിങ്ങൾ വലിയ പൈസക്കാരാണല്ലേ. ചപ്പാത്തി പിന്നെ കറി മുട്ടക്കറി. അടിപൊളി മുട്ടക്കറി ചപ്പാത്തി അടിപൊളി കോമ്പിനേഷൻ ആണല്ലോ. അത് എനിക്ക് തരുമോ ചപ്പാത്തി ഉണ്ടാക്കുമോ? ഓണത്തിന് ഇനി ഒരു വർഷം കിടക്കുന്ന ഓണത്തിന്. എന്നാ ബർത്ത്ഡേ? May 15th. ഓ, ഞങ്ങളെ പോയിക്കോ ബർത്ത്ഡേക്ക്. സെറ്റപ്പ. അപ്പൊ വലിയ കേക്കൊക്കെ മേടിച്ച് മുറിക്കാൻ നോക്കും. മീഡിയം സൈസ് കേക്ക് മേടിച്ചത്. ഞങ്ങളെ വിളിക്കോ നിങ്ങളുടെ ബർത്ത്ഡേ? ഞാൻ ഇപ്പഴേ വിളിച്ചു. ഞങ്ങൾ ഇപ്പഴേ ക്ഷണിച്ചു. അതാ പറഞ്ഞല്ലേ, ലക്ഷ്യാണ് ഞങ്ങളാ. നേരത്തെ ലക്ഷ്യ ചെയ്തു. ചെയ്യാൻ ഞങ്ങള് ഇപ്പഴേ ചെയ്തു. അമ്മ മറന്നു പോകത്തില്ല. നിങ്ങളുടെ May of 1 ആയിരുന്നു. ഇന്ന് May of 2. നാളെ May of 3. മറ്റന്നാള് May of 4th. So I think 14 more. നമുക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ പാടില്ല, മലയാളം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഐ തിങ്ക് എന്നൊക്കെ പറഞ്ഞാലും പാട്ട് എന്നൊക്കെ പറഞ്ഞാലും സോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഞങ്ങളും മലയാളികളാണ്. അപ്പൊ എന്നിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ. സ്കൂളില് സ്കൂളിൽ ലഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഇടയ്ക്ക് കുറച്ച് നാളെ ഒട്ടുമില്ലാതെ മലയാളം. ഇംഗ്ലീഷ് അല്ലേ? കുറച്ച് നാൾ കഴിയുമ്പോൾ മലയാളം ഒന്നും ഇല്ലാതാവും. മൊത്തം ഇംഗ്ലീഷ് ആയിരിക്കും ഒരു വർഷം കഴിയുമ്പോ അല്ലേ? അയ്യോ, എന്നാ പറ്റി ടയർഡാകാൻ? അതെന്നാ പറ്റി? നിങ്ങളുടെ അമ്മയെ ശരിയാക്കുന്നുണ്ട്. ടി വി കാണാൻ സമ്മതിച്ചില്ലല്ലേ? അതുകൊണ്ടാണ് ടയർഡാകുന്നത്. അത് വേണം. അത് ടയർഡാവുന്നില്ല. നിങ്ങളാണോ വണ്ടി വിളിച്ചത്? കാറാണോ വണ്ടി വിളിച്ചത്? പിന്നെ ആരാ വണ്ടി വിളിച്ചത്? അച്ഛൻ വണ്ടി വിളിച്ചത്. പിന്നെ കൊച്ചിങ്ങനെ ടയർഡാവുന്നത്. Long busy day ആയിരുന്നു today. ഇപ്പൊ വെരി ഹോട്ട് അല്ലേ ക്ലൈമറ്റ്, അതുകൊണ്ടാണ് ടയേർഡ് ആവുന്നത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ടയേർഡ് ആവാതിരിക്കും എന്താ ചെയ്യേണ്ടത്? ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്ക് ചെയ്തത് എപ്പോ? രാവിലെ.
രാവിലെ അല്ല കണ്ടിന്യൂസ് കുടിക്കണം. ഹാഫ് ആൻ അവറിൽ 1 ഗ്ലാസ് വെച്ചിട്ട് കുടിക്കണം. ടയർഡാവത്തില്ല. ഇന്ന് വെള്ളം കുടിച്ചു. അച്ഛയോട് പറഞ്ഞിട്ട് ഇടയ്ക്ക് ജ്യൂസൊക്കെ മേടിച്ചു തരണം വേണം. ഗ്രാപ്പ് ജ്യൂസ് ഉണ്ടോ? കാറ് വെച്ചിരിക്കുവാണോ? കാറ് തുറന്ന് ഇങ്ങോട്ട് എടുക്കണം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ കുടിച്ചോളാം. ഞങ്ങളുടെ വീട്ടിലൊരു കൊച്ചുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ കുടിക്കുമ്പോൾ ഞാൻ കുടിക്കും. കൊച്ചിച്ച് കുടിച്ചൊന്നും നമുക്ക് കുഴപ്പമില്ല, ഞാൻ കുടിച്ചോളാം. അത് കുഴപ്പമില്ല, തുള്ളി ഉണ്ടാവില്ല. തനി താഴ്ന്നു ആ കുഴപ്പം. ഇന്നലെ മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇത് മേടിച്ചാലും കുഴപ്പം. ഇച്ചിരി തന്നാൽ മതി. എടി പ്രമിനെ, കൊച്ചു ഭയങ്കര ടയേർഡാണെന്ന്. കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് മെയ് 15th അല്ലേ? എടി 15th ബർത്ത്ഡേ ആണ്. നമ്മളെ വിളിച്ചിട്ടുണ്ട് കേട്ടാ. തലേ ദിവസം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ വീട്ടിലോട്ട്. തലേ ദിവസം ആ നമ്മളെ രണ്ടുപേരെ ക്ഷണിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കാര്യം ഓർത്തിട്ടില്ല ഇതുവരെ. തരാന്ന് പറഞ്ഞല്ലോ, അതാണ് അങ്കിളിന് സന്തോഷം. ഞങ്ങളുടെ മകളെ അറിയാവോ? പൊന്നു ചേച്ചിനെ അറിയോ? ദിയ ചേച്ചിനെ അറിയോ? അറിയോ? ഡാൻസിന് വന്നപ്പോഴൊക്കെ കൊച്ചു ഉറക്കമില്ലായിരുന്നു. ഇവിടെ കിടന്ന് ഉറങ്ങുമില്ല. ഇവിടെ കിടന്ന് ഉറങ്ങുമല്ല. സോഫായിട്ട് ഡാൻസ് പ്രാക്ടീസ് ഞാൻ കണ്ടല്ലോ. പോത്ത് പോലെ കൂർക്കം വെച്ച് അല്ല, കൂർക്കം വെച്ച് ഉറങ്ങില്ലായിരുന്നു. അന്ന് തോളത്തെത്തണ്ട നിങ്ങൾ അച്ഛൻ പോവുകയാണ്. ഞങ്ങള് ഭയങ്കര ചർച്ചയിലാണ്. ഞങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങളുടെ ബർത്ത്ഡേ ആണ് ഞങ്ങൾക്ക് മെയ് 15th.